പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് സർവ അജ്ഞതകളെയും ദുഷ്ടുകളെയും മാറ്റി കാരുണ്യമായി അമ്മ നമ്മളുടെ ഉള്ളിൽ എങ്ങനെ വിളങ്ങുന്നു എന്നുള്ള വരികളാണ്. ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത. ദുഷ്ടദൂര, ദുഷ്ടുകളെയെല്ലാം ദൂരീകരിക്കുക. ദൂര ദീർഘമുണ്ട്, അപ്പോൾ ദൂരീകരിക്കുന്ന ദുഷ്ടുകൾ. ഇവിടെ ഒരു വ്യക്തിയോ ആളിനെ കുറിച്ചല്ല ദുഷ്ട എന്നുദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ദുഷ്ടൻ, ദുഷ്ട അതല്ല. ദുഷ്ടുകൾ എന്നാൽ ഉള്ളിൽ ദുഷിക്കുന്നതിനെ ദുഷ്ട, അതിനെ തന്നെയാണ് ദോഷം എന്നും പറയുന്നത്. അപ്പോൾ പുറത്തുള്ളതിനെ മാത്രമല്ല. ഇവിടെ ദുഷ്ട ദൂര ദുരാചാര ശമനി. ശമനി എന്നുള്ള വാക്ക് വരുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അത് ഉള്ളിലേക്കാണ്. ശമനം ചെയ്യുക, ശിവം, ശാന്തത, സമാധി. അപ്പോൾ ഇവിടെ ദുഷ്ടുകളെ ദൂരീകരിക്കുകയും ദുരാചാരങ്ങളെ ശമിപ്പിക്കുകയും ഉള്ളിലെടുത്തുകൊണ്ടാണ് പുറത്ത്. കാരണം പുറത്ത് നമ്മൾ ഇപ്പോൾ ഒരു പൂജ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ദുഷിപ്പ് വെച്ചുകൊണ്ട് ആ പൂജ ചെയ്താൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ ആദ്യം ദുഷ്ടതകളെ ദൂരീകരിക്കുന്നു, ദുരാചാരങ്ങളെ ദൂരീകരിക്കുന്നു, അല്ലെങ്കിൽ ശമിപ്പിച്ചുകൊണ്ട് ദോഷവർജിത, ദോഷങ്ങളെ വർജിക്കുകയാണ്. ദോഷങ്ങളുണ്ട് എന്ന് നമ്മൾ പ്രത്യക്ഷമായി കാണും. ആ ദോഷങ്ങളെ വർജിക്കുക. കണ്ടാൽ വർജിക്കാം, കാണാത്തതിന് എങ്ങനെ വർജിക്കും? അപ്പോൾ ആദ്യം അമ്മ ചെയ്യുന്നത് ദുഷ്ടുകളെയും ദുരാചാരങ്ങളെയും ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ദോഷങ്ങളെ വർജിപ്പിക്കും. ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധീക വർജിത. സർവജ്ഞ, സർവ അജ്ഞതകളെയും. അജ്ഞത എന്നാൽ അറിവില്ലായ്മ, അത് ഒരു തരത്തിൽ ഈഗോയുമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഇഗ്നറൻസിനെ, അറിവില്ലായ്മകളെയും എല്ലാ അജ്ഞതകളും, അത് ഉള്ളിൽ നമുക്കുണ്ടാകുന്ന സകല അജ്ഞതകളെയും മാറ്റുമ്പോഴാണ് സർവജ്ഞ. നമ്മൾ സർവജ്ഞപീഠം കയറി ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ അത് ഒരു കുടജാദ്രി കയറി എന്നുള്ള ഫിസിക്കൽ അർത്ഥം മാത്രമല്ല, ഉള്ളിലുള്ള കുടജാദ്രിയാണ്. ഉള്ളിലുള്ള പർവ്വത്തെ കയറി, ഉള്ളിലുള്ള അജ്ഞതകളെ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ സർവജ്ഞ സാന്ദ്രകരുണ എങ്ങനെയാണ്? കാരുണ്യമാണ്. പക്ഷെ എങ്ങനെയുള്ള കരുണയാണ്? സാന്ദ്രതയുള്ളതാണ്. സാന്ദ്രത എന്നാൽ തിക്കാണ്, കോൺസെൻട്രേറ്റഡ് ആണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കരുണയാണ്. എന്തിനാണ് കാരുണ്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യമാകേണ്ടത്. കാരണം ദുഷ്ടുകളും ദുരാചാരങ്ങളും നമ്മളെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. അത് പുറത്തു നിന്ന് വരുന്നു എന്ന് നമ്മൾ ധരിക്കുമ്പോഴും അത് ഉള്ളിൽ നിന്ന് വരും. അതിനാണ് ഇവിടെ സാന്ദ്രകരുണ, തിക്കായിട്ടുള്ള, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാരുണ്യമാണ്. കരുണ എന്നാൽ കമ്പാഷൻ ആണെന്ന് നമ്മൾ പറയാം, പക്ഷെ അത് ഒരു വെറും ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ എന്താണ് കാരുണ്യം? നമ്മൾ കൃപ എന്നുള്ള വാക്ക് പറയും പോലെയാണ്. നൽകുമ്പോൾ നൽകുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും ഒരേ തരത്തിലുള്ള ഉയർച്ചയായിരിക്കും. അതാണ് കാരുണ്യവും. അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ അമ്മ വന്ന് വിളങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്കും അത് ഒഴുകി പുറത്തേക്കും പോകും ആ കാരുണ്യം. അതെങ്ങനെയായിരിക്കും? കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. സമാനാധീക വർജിത. സമാനാധീക, സമം എന്നാൽ ഈക്വൽ, അധികം എന്നാൽ മോർ. ഇവിടെ സമാനമായിട്ടും അധികമായിട്ടും വരുന്നില്ല. എന്താണ്? അമ്മയുടെ കാരുണ്യത്തിന് സമമായിട്ടോ അമ്മയുടെ ശക്തിക്ക്, അതായത് സർവജ്ഞമായിട്ടുള്ള അമ്മയുടെ ശക്തിക്കോ അധികമായി ഒന്നും വരുന്നില്ല. വർജിത, വർജിക്കാൻ.
അത് ഫിസിക്കലി മനസ്സിലാക്കി തരുന്ന വരികളാണ് ഇത്. അപ്പോൾ ദുഷ്ടദൂരാദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.